ഈ പ്രേമവിവാഹ പ്രശ്നം എന്ന് പറയുന്നത് ദാറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. ഞാൻ തീരുമാനിക്കുകയാണ് ഇന്ന ആളെ കെട്ടണം. ഇത് അവർക്കും ഇവർക്കും എങ്ങോട്ടാ ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നത് എങ്ങനെയാണെന്നറിയോ? അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. പ്രായമായി കഴിയുമ്പം ഒരു കെമിക്കൽ, ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഇങ്ങനെ നമ്മളിങ്ങനെ അതിങ്ങനെ ഒരാളെ കാണുമ്പോൾ ഉണ്ടാവും, ജനറേറ്റ് ആവും. അപ്പോൾ അവർ നമ്മളെ കൊണ്ട് നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിന് ഭയങ്കര പവറായിരിക്കും ഈ ഡോപ്പമിൻ. ഇത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ കുറയും. അതുകൊണ്ട് എപ്പോഴും കാണരുത്. അതുകൊണ്ട് പ്രണയ സമയത്ത് എപ്പോഴും കാണുന്നില്ല, വല്ലപ്പോഴും കാണുള്ളൂ. ഇടയ്ക്കൊരു ശബ്ദം കേൾക്കുമ്പോൾ ഡോപ്പമിൻ ശക്തമായിട്ട് വർദ്ധിക്കും. ഇയാളില്ലെങ്കിൽ ഞാൻ ചത്തുപോകും തോന്നും. അതൊരു രോഗമാണ്, റിയലെ കെമിക്കൽ അതുണ്ടാക്കിയേക്കുന്നത്. ആ ആളെ കണ്ടില്ലായിരുന്നെങ്കിൽ വേറൊരാളെ കണ്ട് ഇങ്ങനെ തന്നെ തോന്നിയേനെ. ചിന്തിച്ചു നോക്കി, ഇയാളെ അല്ല നിങ്ങൾ യാദൃശ്യ കണ്ടെന്ന് വിചാരിച്ചോ, വേറൊരാളെന്ന് വിചാരിച്ചോ, ഈ ഡോപ്പമിൻ അവിടെ വർക്ക് ചെയ്തേനെ. അതുകൊണ്ട് ഇതൊരു തന്ത്രമാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? എപ്പോഴും കണ്ടോണ്ടിരുന്നാൽ ഈ ഡോപ്പമിന്റെ അളവ് കുറഞ്ഞു വരും. അപ്പൊ കാണുമ്പോൾ ഭയങ്കര ചിരി. ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല, എനിക്കറിയാവുന്ന ലൈവ് ഉദാഹരണങ്ങളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഡോപ്പമിൻ വർക്ക് ചെയ്ത് പിന്നെ വർക്ക് ചെയ്യാതിരുന്നതായ ഉദാഹരണങ്ങളുണ്ട്, അനേക ഉദാഹരണങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ ഈ കല്യാണം കഴിക്കാൻ നേരത്തെ ഒരാൾ പ്രണയത്തിലായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞ്, ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാം, എന്ത് രസമാണെന്നറിയോ ആ ചിരി. ഞാൻ നോക്കിയിട്ട് ഒരു നോക്കുന്നില്ല, കാരണം എനിക്ക് ഡോപ്പമിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞതാ ഓൾറെഡി. അപ്പൊ ഇത് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ എപ്പോഴും കണ്ടോണ്ടിരിക്കും. അതാണ് ഈ പ്രശ്നം. എപ്പോഴും കണ്ടോണ്ടിരിക്കുമ്പം ഈ സാധനം അങ്ങ് കുറയും. ഒരു 5-6 മാസത്തിൽ കൂടുതൽ ഇത് വർക്ക് ചെയ്യല. കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ കുറഞ്ഞ് പിന്നെ ഈ ചിരി കാണുമ്പോൾ ഈ ചിരി കണ്ടിട്ടാണല്ലോ ഞാനിവിടെ ഇതെന്തായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്? ഒന്നും ഇല്ലായിരുന്നു. ദാറ്റ് വാസ് എ കെമിക്കൽ റിയാക്ഷൻ. പിള്ളേരെ എത്ര പേരാ വഞ്ചിക്കപ്പെടുന്നറിയോ ഈ നിസ്സാരമായ അത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ തീർന്നു. സോ ഡേഞ്ചറസ് അല്ലേ? എന്നിട്ട് പോയി കല്യാണം കഴിച്ച് കുറെ കഴിയുമ്പോൾ ഇതെല്ലാം ആവിയായി പോവും. പിന്നെ അടിബഹളം. എന്റെ അപ്പനും അമ്മ ഇതിലും നല്ല കല്യാണം ആലോചന നടത്തിയേനെ ഞാൻ മണ്ടത്തരം കാണിച്ച് എടുത്തിയാടി. ഇതാണ് ലവ് മാരേജിന്റെ പ്രശ്നം. ഓക്കെ. ഇനി അറേഞ്ച്ഡ് മാരേജിന്റെ പ്രശ്നം പറയാം. ഇത് രണ്ടും അൺഗോഡ്ലിയാണ്, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ലവ് മാരേജ് അത് പേഴ്സണൽ ചോയ്സ്, ദാറ്റ് കംസ് ഫ്രം ദ ഫ്ലഷ്. ഈ അറേഞ്ച്ഡ് മാരേജ്, പ്രിയ അപ്പൂപ്പന്മാരെ അപ്പന്മാരെ മക്കളുടെ കല്യാണത്തിനായി കാത്തിരിക്കുന്നവരെ, നിങ്ങളോടാണ് ഇനി. എന്താ കെമിക്കൽ റിയാക്ഷൻ കുറഞ്ഞതിന് ശേഷം കെട്ടുകല. അത് കുറഞ്ഞാൽ പിന്നെ കെട്ടുകല, അവിടുന്ന് മുങ്ങും. അതിനാണ് തേപ്പ് എന്ന് പറയുന്നത്. തേപ്പ്. ഓക്കെ. അപ്പൊ ചിലരുടെ കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് പോകും, ചിലരുടെ പോകില്ല. അതാണ് ഈ തേപ്പിൽ അവസാനിക്കുന്നത്. ഓക്കെ. എനിവേ, അപ്പോൾ അറേഞ്ച്ഡ് മാരേജിന്റെ പ്രശ്നം ഇതാണ്. ബ്രദറെ, നല്ലൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് കേട്ടോ എന്റെ മോൾക്ക്. എന്താ ചെറുക്കൻ എന്താ ചെയ്യുന്നത്? അവിടെ നേഴ്സാണല്ലോ, അവന് നേഴ്സാ. ഓക്കെ. ഞങ്ങളുടെ അതേ സഭയിൽ നിന്നുള്ളവരാ, ഞങ്ങളുടെ നാട്ടുകാരെ കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ. ഓക്കെ, വളരെ സന്തോഷം. എന്താണെന്നറിയോ? ദൈവാലോചനയാ ബ്രദറെ, അതാ ഇങ്ങനെ വന്നത്. ഈ ദൈവാലോചന എങ്ങനെ വരുന്നെന്നറിയോ? എന്താണെന്നറിയാൻ മേല. ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ഒരാൾ വിശ്വാസി വന്നാൽ അയാൾ ക്രിസ്ത്യാനിയെ കിട്ടുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. അതുപോലെ പണക്കാരനായ ഒരു പയ്യനുണ്ടെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടുന്നത് എന്തോ ദൈവത്തിന് അത്ര അങ്ങ് പിടിക്കുന്നില്ല. കാരണം ദൈവാലോചനയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ദൈവാലോചന എന്താണെന്നറിയോ? എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പൈസ ഉള്ളതിനെ കെട്ടണം. ഓക്കെ. എന്റെ ജാതി ഇതാണെങ്കിൽ ജാതി ഉള്ളവർ, അതാണ് ദൈവാലോചന അല്ലേ? അതെല്ലാം ഒത്തു വരുമ്പോഴല്ലേ നമ്മൾ പറയുന്നത് ദൈവാലോചനയാ ബ്രദർ. ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് മഹത്തായ ഒരു കല്യാണം തന്ന് ദൈവം എന്നെ മാനിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു കല്യാണത്തിലൂടെ മാനിക്കുന്ന കാര്യം, ഓർമ്മയുണ്ടോ? ഈ വിവാഹങ്ങൾ ദൈവാലോചനയല്ല, ഇത് ജഡത്തിന്റെ ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനകൾക്ക് ഇന്ന് സാങ്ഷൻ ഉള്ളൂ. അത് നമ്മൾ ജഡജീവിതത്തിലേക്കും ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ലോക ജീവിതത്തിലേക്ക് ഒഴുകിപ്പോയതിന്റെ പരിണിത ഫലമാണ്. അതുകൊണ്ടാണ് ഇന്നും പെന്തിക്കോസ്തിനുള്ളിൽ നിന്ന് പോലും ജാതി വ്യവസ്ഥ മാറ്റാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇന്നും ധനവാനും ദരിദ്രനും പെന്തിക്കോസ്തിനകത്തുള്ളത്. കാരണം ദൈവമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നമ്മുടെ ജഡമാണ്. ജഡത്തിന്റെ കാഴ്ചകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സന്തോഷമായ ഞാൻ പറഞ്ഞത്? വി കനോട്ട് എഗ്രി ടു ബോത്ത് ദി സിസ്റ്റംസ്.
പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പറയും ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല ബ്രദറെ, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഒരാളെയും ദൈവം കാണിച്ചു തരുന്നില്ല. എന്താണെന്നറിയോ? ദൈവം കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല ഒന്നുകിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പഠിച്ചിട്ടില്ല. ചെറുപ്പം തൊട്ടേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പഠിച്ച് പരിജ്ഞാനത്തിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങിയാൽ തക്ക സമയത്ത് ഒരു സംശയവും നിങ്ങൾക്കുണ്ടാവില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്രൈമറിലി വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. പിള്ളേരെ പഠിപ്പിക്കേണ്ടത് കർത്താവിന്റെ ശബ്ദം കേൾക്കാനാണ്. അത് നിങ്ങളും പഠിക്കണം.